നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാടും എടുത്ത കൊച്ചി എടപ്പള്ളി സ്വദേശിയായിട്ടുള്ള റിജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മഹാരാഷ്ട്ര ATS നാഗ്പൂരിൽ നിന്നാണ് ഇവൻ അറസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിൽ പാകിസ്ഥാന് അനുകൂലമായിട്ട് നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നിരോധിത ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാന്റെ അനുകൂല നിലപാടുകൾ എന്നും സ്വീകരിക്കുന്ന ഒരു സംവിധാനം തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അതിന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സംഘടനയാണ് നിരോധിക്കപ്പെട്ടത്. പക്ഷെ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും PFI കാരൻ വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ല മാധ്യമപ്രവർത്തകരുടെ അടുത്ത് വന്ന് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇങ്ങനെയാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നു, ഞങ്ങൾക്ക് പറ്റിയത് ഒരു അബദ്ധമാണ്, തെറ്റാണെന്നുള്ളത് ഏതെങ്കിലും PFI കാരൻ പറഞ്ഞു? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഇവരുടെ നിലപാടെന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനൊപ്പമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഇവരെ നിരോധിച്ചു കളഞ്ഞത്. രാജ്യത്തിനകത്ത് ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇവരെ സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ ഉള്ളിൽ അതിന്റെ അകത്തുള്ള ആളുകളാണ് റിജാസിനെ പോലെ ഒരു മാവോയിസ്റ്റ് അനുഭവവും ജിഹാദി അനുഭവത്തിലെ ചുവപ്പ് ജിഹാദി അനുഭവവുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പറന്ന് നടന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറന്ന് നടക്കുന്ന ഈ സിറിയൻ വെള്ളരിപ്രാവുകളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ വെള്ളരിപ്രാവുകളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു മഹാരാഷ്ട്ര എന്ന് പറയുന്ന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ വിജയമായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് ഇതുപോലെ പരാമർശങ്ങളോ പോസ്റ്റുകളോ നടത്തുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ വന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാടുകൾ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവാവ് ഉണ്ടെങ്കിൽ, ആരായിക്കോട്ടെ, യുവാവോ യുവതിയോ ആരുണ്ടെങ്കിൽ അവർക്കിതിനെ കൃത്യമായിട്ട് നടപടി അവരെ എപ്പോഴോ പൊക്കിയെടുക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റിജാസിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് ATS ഇപ്പോൾ ആളിപ്പോ ATSന്റെ റിമാൻഡിലാണ്, കസ്റ്റഡിയിലാണ്, ഇടിച്ച് പിഴിഞ്ഞ് അവന്റെ പരിപ്പിളക്കിയെടുത്ത് കൃത്യമായിട്ട് എവിടെയൊക്കെ നിന്നാണ് നിങ്ങൾക്കുള്ള ഈ പ്രവർത്തനത്തിലേക്കുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ ഈ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വന്നത്, നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, നിരവധി ചോദ്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിജാസിന്റെ കൊച്ചിയിലുള്ള വീട്ടിലേക്ക് വന്ന് മഹാരാഷ്ട്ര IBയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ATSും കൂടി വന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരുപാട് എവിഡൻസ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവന് ഏത് സംവിധാനത്തിന്റെ ഭാഗമാണ്, മാവോയിസ്റ്റ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ഭാഗം മാത്രമാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. ഒരിക്കലുമല്ല. കാരണം വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം, അത് കോൺഗ്രസ് ആണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ BJP ആണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിൽ കോൺഗ്രസിനെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന മാവോയിസ്റ്റ് ഭീകരവാദികൾക്കും രാജ്യത്തെ ജിഹാദി ഗ്രൂപ്പുകൾക്കും കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്, ലിങ്ക് ഉണ്ട്. ഇവർ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സർക്കാരുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതിനെതിരെ നടപടിയെടുത്ത് തുടങ്ങിയത് BJP ആണെങ്കിൽ പോലും ആദ്യ കാലഘട്ടം മുതലേ രാജ്യത്തെ ജനങ്ങളെ ഈ ഒരു വിഷയത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ എല്ലാ സർക്കാരും ഒരുപോലെ ആയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യക്കെതിരെ നിലകൊള്ളാൻ ഏതൊരവസരമാണോ അവർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ആ സമയത്ത് ഒരു കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ INS വിക്രാന്ത് എന്ന് പറയുന്ന നാവിക സേനയുടെ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ, ഈ കപ്പലിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കി തെരഞ്ഞ് നാവികസേന ഓഫീസിലേക്ക് തന്നെ വിളിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, പേര് മാറ്റിയിട്ട്. ഇവന്റെ ഈ പേര് മാറ്റി വിളിച്ചവന്റെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ രാഘവൻ നമ്പൂതിരി എന്നാണ് കിടക്കുന്നത്. യഥാർത്ഥ പേര് മുജീബ് എന്നാണ് യഥാർത്ഥ പേര്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്കറിയാം കൃത്യമായിട്ട് ഭീകരവാദ ഗ്രൂപ്പുകൾ, ജിഹാദി ഗ്രൂപ്പുകൾ ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരു തർക്കമുണ്ടാകും. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്താണെങ്കിലും കശ്മീരിലെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം അതിലുണ്ട്. ആയിരക്കണക്കിന് ഭീകരവാദ
പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് കശ്മീരിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിൽ അവർ പ്രത്യേകിച്ചൊരു നടപടി എടുക്കും. നമ്മൾ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു നിലപാട് നോക്കിയാൽ മതി. കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളമായല്ലോ ഇവർ ഭരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ 10 വർഷത്തിനിടയിൽ ഇവർ എത്ര തീവ്രവാദികളെ നമ്മുടെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു? കേന്ദ്ര സർക്കാർ വിട്ടുവരുന്ന NIA അല്ലെങ്കിൽ മറ്റ് ഭീകരവിരുദ്ധ സ്ക്വാഡുകൾ കൃത്യമായിട്ട് എത്രയോ ഭീകരവാദികൾ അറസ്റ്റ് ചെയ്തു. കനകമലയിൽ നിന്ന് 7 ISIS ഭീകരവാദികളെ കണ്ണൂർ കനകമലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരായിട്ടുള്ള വിവിധ ആളുകൾ, അതിൽ PFIയുടെ നേതാക്കന്മാർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും അവസാനം റൌഫ് എന്ന് പറയുന്ന പട്ടാമ്പിയിലെ PFI നേതാവിനെ പോലും അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലും അറസ്റ്റ് ചെയ്തത് NIA കൃത്യമായിട്ട് വന്നുകൊണ്ടാണ്. അതിന് പോലീസിന് പ്രത്യേകിച്ച് പങ്കാളിത്തമില്ല. നമ്മുടെ കേരള പോലീസിലടക്കം പലതരത്തിൽ ഈ പച്ച പിടിച്ച പോലീസ് എന്നുള്ള രീതിയിലേക്ക് നിരവധി പോലീസുകാര് ഈ പറയുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ട് പല ബന്ധങ്ങളുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടുകൾ പലവട്ടം വന്നതാണ്. അതിന്റെ തെളിവുകളടക്കം വന്നിട്ടുണ്ട്. ചില പോലീസുകാർ നടത്തുന്ന ചില ഇടപെടലുകൾ അല്ലെങ്കിൽ RSSന്റെ നേതാക്കന്മാരെ, ഹിന്ദു നേതാക്കന്മാരുടെയൊക്കെ ലിസ്റ്റുകൾ എടുത്ത് PFI പോലെയുള്ള സംഘടനകളുടെ അവരുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയിലുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. രാജ്യവിരുദ്ധ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ നിലപാടുകൾ എടുക്കുന്ന ഏത് വ്യക്തിയായിക്കോട്ടെ, മാവോയിസ്റ്റ് സംവിധാനമായിക്കോട്ടെ, ജിഹാദി ഗ്രൂപ്പുകളായിക്കോട്ടെ, സ്വതന്ത്ര ചിന്തകന്മാരായിക്കോട്ടെ, ആരാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ നിലപാടുകൾ എടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിൽ പ്രഷർ ചെലുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ എടുത്തില്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് ഇത് കൃത്യമായിട്ട് കൈമാറാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ അറിയുന്നില്ല. റിജാസിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, പാലസ്തീനാണ് അവന്റെ മുഖ്യമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. മറ്റേ കഫിയെല്ലാം ധരിച്ചുകൊണ്ടുള്ള പ്രസംഗിക്കുന്ന പല വീഡിയോകൾ പുറത്തു വരുന്നു, ചിത്രങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം നിരന്തരമായിട്ട് വർദ്ധിക്കുന്നു. ഈ വർധനവിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അയ്യോ കേരളത്തെ അപമാനിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെ അപമാനിച്ചെന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ പറയുന്നതിൽ എന്താണ് തെറ്റ്, ശരിയാണ് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത്രത്തോളം ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ട് അണിചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഇവിടെ നിരവധി ചെറുപ്പക്കാർ തയ്യാറായിട്ടുണ്ടെന്നേ. അതിൽ തെളിവുണ്ട്, സത്യമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ പോലും പോയി ബോംബ് സ്ഫോടനം നടത്തിയിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. അതോടൊപ്പം തന്നെ സിറിയയിലേക്കും ലെബനിലേക്കും ഇറാഖിലേക്കും അടക്കം ISISന്റെ ക്യാമ്പിലേക്ക് പോയത് എത്രയോ മലയാളികളാണ്. റിജാസ് ഇതുപോലെ തന്നെ റിജാസിനെ പോലെ തന്നെ പല ആളുകളും ഭീകരവാദ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് നടപടികൾ എടുക്കേണ്ട നമ്മുടെ സംസ്ഥാന സർക്കാർ മിണ്ടാതിരിക്കണം. അതിനാണ് മഹാരാഷ്ട്രയെ പോലെയുള്ള സർക്കാരുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവർത്തനം എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാഗപ്പൂരിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഒരു പരാമർശം കാമുകിയെ കാണാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ആക്ച്വലി ഈ ഒരു പരാമർശം നടത്തിയ സമയത്ത് ഉടൻ തന്നെ ഇവരെ പൊക്കിയെടുത്തിട്ട് അകത്തിടാൻ വേണ്ടി സാധിച്ചു. ഇടിച്ച് കൂമ്പുവാട്ടുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ട് പുതിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകൾ കൂടി ഇതിന്റെ പുറകെ കൂടി പിടിയിലാകുമെന്നുള്ളതിലും ഒരു തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്.